Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി ആഗോള അനിശ്ചിതങ്ങൾക്കിടയിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സെൻസസ് ഏകദേശം 663 പോയിന്റ് ഉയർന്ന് 77,763ലും നിഫ്റ്റി 215 പോയിന്റിലധികം നേട്ടത്തോടെ 24,270 മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങളിൽ ആഗോള വിപണിയിലെ ദൗർബല്യവും വിദേശ വിപണിയിൽ നിന്നുള്ള നെഗറ്റീവ് സൂചനകളും കാരണം ഇന്ത്യൻ വിപണി സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ ബുധനാഴ്ച മുതൽ വിപണി ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. തുടർച്ചയായി 3 ദിവസങ്ങളിലെ വാങ്ങലിലൂടെ നിഫ്റ്റി വീണ്ടും 24,000 പോയിന്റിന് മുകളിലെത്തി. ഈ ആഴ്ച അവസാനിക്കുമ്പോഴും ഈ ഒരു നില നിലനിർത്താൻ തന്നെ സാധിച്ചിട്ടുമുണ്ട്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ അടിസ്ഥാനങ്ങൾ, ഇത് കൂടാതെ തന്നെ വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം എന്നിവയാണ് ഈ ഒരു മുന്നേറ്റത്തിന് പ്രധാന കാരണമായി മാറിയത്. ഈ ആഴ്ച പുറത്തു വന്ന സാമ്പത്തിക കണക്കുകൾ ഇന്ത്യയുടെ വളർച്ച ഇപ്പോഴും ശക്തമാണെന്ന് വീണ്ടും തെളിയിക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരണം വീണ്ടും ഉയർന്ന് ഏകദേശം $672.6 ബില്യൺ പ്രത്യേകിച്ച് സ്വർണ്ണ ശേഖരണത്തിന്റെ മൂല്യം $4 ബില്യൺ വർദ്ധിച്ചത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉൽപാദന വളർച്ചയും 5.1% ഉയർന്നു. വൈദ്യുതി ഉൽപാദനം ഏകദേശം 10% വളർന്നതും മാനുഫാക്ചറിംഗ് മേഖല 5.5% വളർച്ച കൈവരിച്ചതും വ്യവസായ മേഖലയുടെ കരുത്ത് വ്യക്തമാക്കുന്നുണ്ട്. മൂലധന ഉപകരണങ്ങളുടെ ഉൽപാദനം ഏകദേശം 13% ഉയർന്നത് ഭാവിയിലെ നിക്ഷേപ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ്. മെയ് മാസത്തിലെ GST വരുമാനം 13.9% ഉയർന്ന് 1.95 ലക്ഷം കോടി രൂപയിലെത്തി. ആഭ്യന്തര ഉപഭോഗം ശക്തമായി തുടരുന്നെന്നും ഇറക്കുമതികൾ വർദ്ധിക്കുന്നുവെന്നാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുള്ളത്. മൊത്തത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥാ വളർച്ച പാതയിൽ തുടരുകയാണെന്നും ധനകാര്യ നിയന്ത്രണങ്ങൾ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഇതിലുണ്ട്. ഈ ആഴ്ച പുറത്തുവന്ന HSBC PMI റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പ്രധാന ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. നിർമ്മാണ മേഖലയുടെ PMI 54.2 കുറഞ്ഞുവെങ്കിലും ഇത് ഇപ്പോഴും 50 മുകളിലായതിനാൽ മേഖല വളർച്ച തുടരുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള വളർച്ചകളിൽ ഒന്നാണെങ്കിലും പുതിയ ഓർഡറുകളും ഉൽപാദനങ്ങളും ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ആയിട്ടുള്ളത്. അതേസമയം സർവീസ് മേഖലയുടെ PMI 57.4 കുറഞ്ഞു. ഇത് കഴിഞ്ഞ 17 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണെങ്കിലും സേവന മേഖല ഇപ്പോഴും ശക്തമായി വികസിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. വിദേശ സേവന കയറ്റുമതി വീണ്ടും മെച്ചപ്പെട്ടതായെന്നുള്ളൊരു പോസിറ്റീവ് വാർത്തയുമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടയിലെ ഏറ്റവും വേഗത്തിലുള്ള വിദേശ ഓർഡർ വളർച്ചയാണ് ജൂണിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത ഇപ്പോൾ സ്ലോ ആണെങ്കിലും സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ശക്തമായ വികസനത്തിന്റെ പാതയിലുള്ളതാണെന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആഗോള വിപണിയിൽ ഈ ഒരു ആഴ്ച മിക്സ്ഡ് സാമ്പത്തിക സൂചനകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ ജൂൺ മാസത്തിൽ വെറും 57,000 തൊഴിലവസരങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറവായ ഈ ഒരു കണക്ക് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയാൻ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ പണപ്പെരുപ്പം 3.2%-ൽ നിന്ന് 2.8% കുറഞ്ഞത് ആശ്വാസകരമായ വാർത്തയായിരുന്നുവെങ്കിലും യൂറോപ്യൻ യൂണിയൻ സ്റ്റീൽ ഇറക്കുമതിക്ക് നൽകുന്ന താരിഫ് ഇളവ് 47% വരെ കുറച്ചത് ആഗോള സ്റ്റീൽ വ്യാപാരത്തെ ബാധിക്കാനിടയായിട്ടുണ്ട്. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ ആദ്യ പാദത്തിൽ 0.6% വളർച്ച രേഖപ്പെടുത്തി. ചൈനയിൽ നിർമ്മാണ മേഖല വീണ്ടും വളർച്ചാ മേഖലയിലേക്ക് കടക്കുന്നുവെന്ന് ഒരു പോസിറ്റീവ് വാർത്തയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹൈടെക് ഉൽപാദനങ്ങൾ എന്നിവയ്ക്കുള്ള ആഗോള ആവശ്യകതയാണ് ചൈനയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി മാറിയിട്ടുള്ളത്. സർവീസ് മേഖലയിലും അവിടെ വളർച്ച തുടരുകയാണ്. ജപ്പാനിലും സേവന മേഖലയിലും വീണ്ടും വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റ് സംഘർഷവും ഉയരുന്ന ചെലവുകളും ഇപ്പോഴും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി തുടരുകയാണ്. അതിനാൽ ലോക വിപണികൾ ഇപ്പോൾ വളർച്ചയും അനിശ്ചിതത്വവും ഒരേപോലെ നേരിടുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വരുന്ന ആഴ്ചകളിൽ ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ നിരവധിയുണ്ട്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ, വിദേശ നിക്ഷേപകരുടെ വാങ്ങൽ വിൽപ്പന, അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില, മിഡിൽ ഈസ്റ്റ് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം, കൂടാതെ ഇന്ത്യയിലെ സാമ്പത്തിക കണക്കുകൾ എന്നിവയാണ് പ്രധാനമായും നിരീക്ഷിക്കേണ്ടത്. നിഫ്റ്റി ഇപ്പോൾ 24,000 മുകളിലായി ശക്തമായി നിലകൊള്ളുന്നത് ഒരു പോസിറ്റീവ് സിഗ്നലാണ്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും GST വരുമാനവും വ്യവസായ വളർച്ചയും വിദേശ നാണയ ശേഖരവും
ഇന്ത്യൻ വിപണിക്ക് മികച്ച പിന്തുണ നൽകുന്ന പ്രധാന ഘടകങ്ങളാണ്. അതേസമയം ആഗോള വിപണിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഇന്ത്യൻ വിപണിയിൽ ചാഞ്ചാട്ടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ വാങ്ങേണ്ട ഒരു സമയമാണിത്. കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിനും മാർക്കറ്റ് അനാലിസിസിനും നിക്ഷേപ അറിവുകൾക്കും ഓരോ ആഴ്ച ലഭിക്കാനായി ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.